ശരിക്കും മേല് മൊത്തം അയ്യോ പൊട്ടി. പിണറായി സാറുണ്ട്. പിണറായി സാർ തല പുറത്തിട്ടോണ്ടിരുന്നേല് 45 മിനിറ്റ് ഉള്ള തല അവിടെയായിരുന്നു. ഗൈസ്, നിങ്ങൾക്ക് ഈ പുള്ളി എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ബിഗ് ബോസിന്റെ ഡയറക്ടറിനെ. എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്ത മേടിച്ചു തന്നിട്ടുള്ള ഒരാൾ കണ്ടോ ഗൈസ്? ഒരുപാട് ഇഷ്ടം ചേച്ചി. നല്ലൊരു വ്യൂ കാണിച്ചു ഭവൻ. അതിലെ ഫുഡാണ് കേട്ടോ. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുന്ന ഒരാളാണ്. പറയട്ടെ, ഞാൻ കഴിക്കുന്നു. സദ്യ നല്ലതാണെങ്കിൽ ഇങ്ങോട്ടാണോ? നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ശിവയ്ക്ക് വിശക്കുന്നു. അങ്ങനെ കേക്ക് വേണോ? വേണ്ട, ഡയറ്റ് ആൻഡ് സമ്മതിക്കൂലല്ലേ. നിനക്കാ? എനിക്ക് വേണോ? എടുത്തോ, വെജിറ്റബിൾസ് ഒക്കെ എടുത്തോ. ഇന്നലെ കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതെല്ലാം സ്വീറ്റ്സ് ആണ്. എന്തെങ്കിലും വേണോ? സ്വീറ്റ്സ് ഇതാണോ ബ്രൗണി? ഒരെണ്ണം എടുത്തോ. ഇതിന്റെ കൂടെ തന്നെ വെക്കണം. ഓക്കെ, വാ. ജ്യൂസ് നമ്മൾ ഭയങ്കര ഡയറ്റ് ആയതുകൊണ്ട് നമ്മളങ്ങനെ വേറൊന്നും കഴിക്കുന്നില്ല അല്ലേ. ഇത് കഴിഞ്ഞിട്ട് കഴിക്കും. ഞാനൊരു 4-5 ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. നീ വാട്ടർമെലൺ അല്ലേ എടുത്താണ്? ഈ കേക്ക് കഴിക്കണേ? സുഖക്കട്ട ഇന്നലെ നല്ല അടിപൊളി മധുരയിലുള്ള സ്പെഷ്യൽ ഒരു സാധനം, പേര് മറന്നു. അത് വാങ്ങി കഴിച്ചില്ല. താങ്ക് യു. വാട്ടർമെലന്റെ കുരു വെച്ചിട്ട് ഞാൻ കണ്ണുണ്ടായിരുന്നു. അടിപൊളി. എങ്ങനെയുണ്ട്? മൂക്കില്ല അല്ലേ? മൂക്ക് ശരിക്കും മൂക്ക് ഇവിടെയാണ് വരേണ്ട. അല്ലേ? അടിപൊളി. ഞാൻ ഈ കുട്ടനെ കഴിക്കാം. ശരിക്കും നീ അവിടെ കഴിക്കുക. ശരിക്കും ഞാൻ എനിക്ക് ഇഷ്ടം എങ്ങനെ അറിയുമോ? ഇത് ഫുള്ളായിട്ട് എടുത്ത് വായിടാനാ. പക്ഷെ ഞാനതിനെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാ മേല് മൊത്തം അയ്യോ പൊട്ടി. കൊളായി. ഒരു ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ശിവ കഴിക്കുന്ന പോലെയാണ് കഴിക്കാൻ കേട്ടോ. ഇങ്ങനെയാണ് കഴിക്കാൻ. കഴിച്ചോ കഴിച്ചോ. ഞാൻ കഴിച്ചത് നോക്കിയ ഇത് എന്തിനു കൊള്ളാം? എന്നെ എന്തിനു കൊള്ളാം? ഇതിന് നമ്മൾ
ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ശിവയും ശിവയെ എല്ലാവർക്കും അറിയായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. സൗണ്ട് നമുക്കുള്ള ഫ്ലൈറ്റ് ആണ് കാനഡ. ഓക്കെ, അപ്പം ഞാനും ശിവയെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇവിടെ നോക്കണേ, ശിവയെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. എൻ്റെ ഫ്രണ്ടാണ്, വെറും ഫ്രണ്ട് അല്ല കേട്ടോ, എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ അത് കൂടാതെ ശിവ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഹെയർ സ്റ്റൈലിസ്റ്റാണ്, നല്ല ഉഗ്രം മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പിന്നെ എൻ്റെ മിക്ക ഫോട്ടോഷൂട്ടിലും ശിവയാണ് എന്നെ റെഡിയാക്കി സുന്ദരിയാക്കി തരുന്നതൊക്കെ. പിന്നെ എന്താ പറയുക, ഒരു പമ്മിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അല്ലേ പമ്മിയല്ലേ, എൻ്റെ അത് പമ്മിയാണ്, എൻ്റെ അത് ഭയങ്കര പമ്മിയാണ്. പിന്നെ ഇനി വീട്ടിലെങ്ങനെയാന്ന് എനിക്കറിയില്ല, ഹസ്ബൻഡിന്റെ ഇടയിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. വീട്ടില് പുലിയാണ് കേട്ടോ, എൻ്റെ അടുത്ത് പൂച്ചക്കുട്ടിയാണ്, മുയലുകുട്ടിയാണ് എൻ്റെ അടുത്ത്. അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങള് സൗണ്ട് പിണറായി സാറുണ്ട്, പിണറായി സാറും സാറിന്റെ വൈഫും കൂടിയാണ് പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റില് പിണറായി സാറുണ്ട്. സാറും ഒരുമിച്ചാണ് ഈ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള എൻട്രെയിൻ ഒരുമിച്ചായിരുന്നു അല്ലേ. നമ്മൾ ശരിക്കും ലേറ്റായി. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഗേറ്റ് നമ്പർ 2 ആണെന്ന്, പക്ഷെ 3 ആയിരുന്നു. എനിക്ക് ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ 3 ആണെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കേട്ടില്ല കേട്ടോ. അപ്പോൾ 2 ആയിരുന്നു. അങ്ങനെ വിളിച്ചു അനൗൺസ് ചെയ്തു, നിങ്ങൾ കേട്ടല്ലോ, അനൗൺസ് ചെയ്തു. അപ്പോഴാണ് ഇതിൽ ശരിക്കും കണ്ടോ ഗേറ്റ് നമ്പർ 2 എന്നാണ് കണ്ടോ, പക്ഷെ ചേഞ്ച് ചെയ്താണ്, 3 ആക്കിയതാണ് അവര്. അപ്പൊ എന്റെ മിസ്റ്റേക്ക് അല്ല. അപ്പൊ നമ്മുടെ ശിവയുടെ ഫസ്റ്റ് ട്രിപ്പാണ്, ഇന്റർനാഷണൽ ട്രിപ്പ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഇന്റർനാഷണൽ ട്രിപ്പാണ് ശിവ ആഗ്രഹിച്ചത് അല്ലേ ശിവ? പക്ഷെ അവള് അടുത്ത മാസം ഹസ്ബൻഡിന്റെ കൂടെ ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് ചിലപ്പോ അല്ലേ. ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയെന്ന് അറിയത്തില്ല. പിന്നെ എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് എന്റെ കൂടെയാണ്. അതെ, ഒരുപാട് താങ്ക്സ്. പല പ്രാവശ്യം എന്തായാലും നമുക്ക് പോയിട്ട് വരാം. നമ്മൾ എവിടെയാ പോകുന്നത്, എന്തിനാ പോകുന്നത്, അല്ലെ എവിടെ പോകുന്നത് ഞാൻ പറഞ്ഞു ചെന്നൈക്കാണെന്ന്. എന്തിനാ പോകുന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അല്ലേ ശിവ? പറയാം, പക്ഷെ ഈ വീഡിയോ ഫുള്ളും കാണണം. ഈ വ്ളോഗ് ഞാൻ എന്തായാലും ചെന്നൈയിൽ എത്തിയതിനു ശേഷം ഞാൻ ഈ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പാർട്ട് 2 പാർട്ട് 3 ഞാൻ ഇനി ഇടും കേട്ടോ, പോസ്റ്റൊക്കെ. ഇനിയൊക്കെ വീഡിയോസ് എല്ലാം ഞാൻ ഇടും. കാരണം എനിക്ക് മുമ്പ് ഫോണിൽ സ്റ്റോറേജിന്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോസ്റ്റ് ചെയ്യാനെന്ന് വെച്ചാൽ എനിക്ക് മെമ്മറി ഫുൾ ആയതുകൊണ്ട്, സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് എനിക്ക് ഒന്നും പോസ്റ്റ് ചെയ്യാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു സിറ്റുവേഷൻ മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇനി അപ്പോഴുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. ശിവനൊന്ന് ഓർമ്മിപ്പിക്കണേ, വീഡിയോ എഡിറ്റ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങനെ പിന്നെ വേറൊന്നുമില്ല. ഓക്കെ, ബൈ. ഫസ്റ്റ് ടൈം ഒരാള് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളാണ് കാണുന്നത്. ശിവയിൽ കാണുന്നത് എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ എല്ലാവരും ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അല്ല, നമ്മളെ അവിടെ ഓടിയ കാര്യം ഞാൻ ആലോചിച്ചു. ലേറ്റാ അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ കോൾ ചെയ്യും. എക്സൈറ്റ്മെന്റ്, ഹാപ്പി. നമുക്കൊരു ദിവസം നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് പോവാം. എന്തെങ്കിലും പുറത്ത് പ്രോഗ്രാം ആട്ടെ, അപ്പൊ പിന്നെ കൊണ്ടുപോവാം. നമ്മൾ ലാൻഡ് ചെയ്തു. 1 hour കൊണ്ട് നമ്മൾ എത്തി. 1 hour എത്തില്ല, ഒരു 45 minutes മാത്രമേ എത്തുള്ളൂ.
ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇവിടെ തല പുറത്തിട്ടോണ്ടിരുന്നേന്. 45 മിനിറ്റ് ഇവിടെ തല അവിടെയായിരുന്നു. ഫുൾ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു അല്ലേ? ഫുൾ ടൈം അവൾ പുറത്തുള്ള വ്യൂ എല്ലാം നന്നായിട്ട് കണ്ട് ഇങ്ങോട്ട് എൻ്റെ ആ ഫേസ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടേ ഇല്ല. തല ഇങ്ങനെയായിരുന്നു ഫുൾ. ഈ 45 മിനിറ്റും അങ്ങോട്ടായിരുന്നു തല. അയ്യോ എനിക്ക് വയ്യ. എക്സൈറ്റ്മെന്റിന്റെ കുറച്ച് ഇതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ഓക്കെ. എന്തായാലും ഇനി ഇറങ്ങാം. പിന്നെ റൂമിൽ പോകണം. പിന്നെ എന്താ കിടന്നുറങ്ങണം. അതൊക്കെയാണ് ഇനി പ്ലാൻ. വേറെ ഒന്നുമില്ല. ഇനി ഇറങ്ങട്ടെ. ഗൈസ്, നിങ്ങൾക്ക് ഈ പുള്ളി എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? അതെ, അത് തന്നെ. ബിഗ് ബോസിൻ്റെ ഡയറക്ടറിനെ കാണിച്ചു തരാം. ഇതാണ് ബിഗ് ബോസിൻ്റെ ഡയറക്ടർ സാർക്കോ സാർ. ആ മാസ്ക് മാറ്റില്ല. ആ മാസ്ക് ഞാൻ ഫേസ് ഇവിടെ കാണിക്കും. ഒരു ഫോട്ടോ ഇവിടെ ഇട്ടു കൊടുക്കും. ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനകത്ത്. ഇതാണ് സാർക്കോ സാർ, ബിഗ് ബോസിൻ്റെ ഡയറക്ടർ. എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്ത മേടിച്ച് തന്നിട്ടുള്ള ഒരാൾ. എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിണറായി സാറ് പോയി. പിണറായി സാറുണ്ടായിരുന്നു ഞാൻ കയറുന്ന ടൈമിൽ. പിണറായി സാർ ഇതാണ് ചെന്നൈ എയർപോർട്ട്. നമ്മളെ കൂടെ സാബു ചേട്ടൻ, പിന്നെ നമ്മുടെ സാർഗോ സാർ. എന്താ നോക്കണം. എൻ്റെ വ്ളോഗാ. സിസ്റ്ററാണോ? ഇപ്പൊ ട്രിവാൻഡ്രത്താണോ താമസിക്കുന്നത്? ഇപ്പൊ ട്രിവാൻഡ്രത്ത് വഴിയൊക്കെ താമസിക്കുന്നത് 4 വർഷമായിട്ട്. ഇവിടെ താമസിക്കുന്നത് ആ അവിടെ. നമുക്ക് ബാക്കിൽ കയറാൻ പെട്ടെന്ന്. വാ. కరెక్ట్గా ఉంటుందమ్మా. మన సీట్ అమ్మా సెంటర్ సీట్ ఫస్ట్ సీట్ డ్రైవర్ పక్కన ఒకళ్ళమ్మా వెనకాల. എൻ്റെ കയ്യിലൊരു മുഴ കണ്ടോ ഗൈസ്? ലോകത്തിൽ അങ്ങനെ എല്ലാവർക്കും പറഞ്ഞല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വന്നതൊരു മുഴയാണ്. ചേച്ചി യൂട്യൂബ് ചാനലില്ലേ? അമ്മക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി. എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ഇഷ്ടമല്ലെങ്കിലും ചില ആൾക്കാർക്ക് എന്നെ
ഇഷ്ടമല്ലെങ്കിലും ചില ആൾക്കാര് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചില പ്രകടിപ്പിക്കത്തില്ല, അതൊന്നും എക്സ്പ്രസ് ചെയ്തില്ല. എന്തോ ഞാൻ നോക്കിയില്ല. ഞങ്ങൾക്കുള്ള ഫുഡ് വന്നു. അണ്ണ ഇത് മീൽസാ? മീൽസാ? ആ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു വ്യൂ കാണിച്ചു തരാം. സൂപ്പർ വ്യൂ. വാ ഒന്ന് വാ, നിങ്ങൾ എനിക്കെടുത്ത് തരുമോ? ചെന്നൈ പട്ടണോ എനിക്കും കിട്ടണോ, അങ്ങനെയല്ലേ? ഇത് ചെന്നൈ, ഇത് ചെന്നൈ, ഇത് കേരള പൊണ്ണേ അല്ല പൊണ്ണ്. നല്ല വ്യൂ അല്ലേ? അതെ. മെട്രോ പോണേ കാണാം, അവിടെ നിന്ന് വരുമ്പോ തന്നെ കാണാം അല്ലേ? കൊള്ളാല്ലേ? അതെ. എന്തായാലും നമുക്ക് ഈ ഒരു സൈഡില് ഇത് കിട്ടിയത് നന്നായല്ലേ? ഹോട്ടലിന്റെ ഈ ഹോട്ടലിന്റെ ഫസ്റ്റത്തെ ഫ്ലോറിലെ ഈ ഏറ്റവും സൈഡിൽ എന്റെ ഭാഗത്തുള്ളതാണ് ഈ റൂം, മനസ്സിലായില്ലേ? അതാണ്, അതെ കണ്ടില്ലേ, കുറച്ചേ ഉള്ളൂ അങ്ങോട്ട്. അതുപോലെ ഈ വീഡിയോയില് ഈ നേരിട്ട് കാണുന്ന ഭംഗി എന്തായാലും ഇല്ലല്ലേ? ഇവിടെ നോക്കട്ടെ. ആ ശരിയാണ് കേട്ടോ. ശരിയാ. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വ്ളോഗ്, ഈ ഒരു എപ്പിസോഡെന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു പാർട്ട് 1 ഇത് ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ചെന്നൈയിൽ അനുമോൾ എന്തിനാ സാബും മോൻ ചേട്ടനെ കണ്ടു, സുചിത്ര ചേച്ചിയെ കണ്ടു, വേറെ ആരാ കണ്ടേ? വേറെ ആരുണ്ടായിരുന്നു? ഡയറക്ടർ, നമ്മുടെ ഏഷ്യനെറ്റിൻ്റെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഷോയുടെ ഹെഡായിട്ടുള്ള നമ്മുടെ സർഗു സാറിനെ കണ്ടു. അപ്പോൾ എല്ലാവരും വിചാരിക്കും പുതിയ എന്തെങ്കിലും പ്രോഗ്രാം അങ്ങനെയൊക്കെ വിചാരിക്കും. ശരിക്കും എന്താണെന്നുള്ളതൊക്കെ സർപ്രൈസാണ്. അപ്പോൾ ഇനി കുറച്ച് പേര് ഇവിടെ വരാണ്ട്, ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം, അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അത് നല്ലൊരു എപ്പിസോഡായിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ അതെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നു. ആ കഴിക്കുന്നതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ വേറെന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ. ഇനി കുളിച്ചൊന്ന് ഫ്രഷ് ആവണം, വൈകുന്നേരം പ്രോഗ്രാം കാര്യങ്ങൾ അതെല്ലാം ഞാൻ ആഡ് ചെയ്യണം. അതൊക്കെ ഞാനിതിൽ സെക്കൻഡ് പാർട്ടിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ബൈ, സീ യു. നമുക്കുള്ള വെള്ളമൊക്കെ എടുത്തില്ല. ഇവിടെ ഇരിക്കാനാ അപ്പുറത്തിരിക്കാനാടാ? അവിടെ ഇരിക്കാം. ഇടത്തോട്ട് വെക്കാം. നമുക്ക് സദ്യ കഴിക്കാം. ഊട് നമുക്ക് ഇവിടെ ഇടല്ലേ? അതെ. കൊള്ളാല്ലേ? ഈ തമിഴ്നാട് സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിയാമോ? തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫുഡ് നമുക്ക് സദ്യ ഒരുക്കുന്നതാണെങ്കിൽ എന്ത് ഭക്ഷണമാണെങ്കിലും ശരി, അവരിങ്ങനെ വെള്ളമൊക്കെ തളിച്ചിട്ട് ഉപ്പൊക്കെ ആദ്യം വെച്ചിട്ടാണ്. അത് ഭയങ്കര അവർ ആ ഒരു കൾച്ചർ ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മൾ കേരളത്തിൽ എങ്ങനെ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ഉണ്ടോന്ന് ഉണ്ടാകുന്ന സ്ഥലങ്ങളെ കാണും. പക്ഷേ തമിഴ്നാട് അത് ഭയങ്കര വെറൈറ്റിയാണ്. അപ്പം ഇവിടുത്തെ വസന്ത ഭവൻ അതിലെ ഫുഡാണ് കേട്ടോ. വസന്ത ഭവൻ, നമ്മ വീട് വസന്ത ഭവൻ, വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറൻറ്റ് കേട്ടിട്ടുണ്ട്. നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ? അവരുടെ പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും. ഒരു ചോറ് എടുത്താൽ മതി, ഒന്നെടുത്താൽ മതി. ഓക്കെ, 2 പാക്കറ്റ് ഉണ്ട്. ചോറൊന്നും നമ്മൾ എടുക്കുന്നുള്ളൂ. 2 കറി നമുക്ക് എടുത്തിട്ട് ചോറ് ഇച്ചിരി കുറച്ച് കഴിക്കാം. ഓക്കെ, ബാ.
തട്ടുവാണ്. എന്തോടി മുട്ട ഞാൻ കൈ കൊണ്ടിടുവാണേ. സ്പൂണില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ്. കൈയൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെന്താ, പിന്നെ കഴിക്കാനുള്ള കൈയാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളാണല്ലോ കഴിക്കുന്നത്, വേറെ ആരും കഴിക്കുന്നില്ലല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. ചിലപ്പോൾ ഇതിന്റെ താഴെ വന്നിട്ട് ചിലർ പറയും കൈ കൊണ്ടാണോ എടുക്കുന്നത്. കൈ കൊണ്ടാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ പല ആൾക്കാരും യൂട്യൂബിലും വീഡിയോ ചെയ്യുന്നവരൊക്കെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് അമൃത ചേച്ചി നമ്മുടെ സിംഗറില്ലേ, പുള്ളിക്കാരി ഇങ്ങനെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഭക്ഷണമൊക്കെ പുള്ളിക്കാരി കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ പുള്ളിക്കാരി കൈ കൊണ്ടാണ് കറികളെല്ലാം എടുക്കുന്നത്. കാരണം അവരാണ് കഴിക്കുന്നത്, നമ്മളല്ല കഴിക്കുന്നത്. അപ്പൊ അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെ കഴിക്കണമെന്നുള്ളത്. അപ്പൊ കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിരിക്കുന്നുണ്ട്, കൈ കൊണ്ടാണോ സ്പൂൺ എടുത്ത് കഴിച്ചുകൂടിയത്. കാരണം നമ്മൾ ഒരുപാട് ഇപ്പൊ ഗസ്റ്റോ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല കൈ കൊണ്ട് എടുക്കാൻ. ഇതിപ്പോ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, മനസ്സിലായി. വേറെ ആരും ഇല്ല. ഇപ്പൊ നമ്മുടെ കൂടെ വേറെ ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സ്പൂണ് അല്ലെങ്കിൽ മേടിച്ചോ ഓർഡർ ചെയ്തോ നമ്മൾ ഉപയോഗിക്കും, മനസ്സിലായില്ലേ. ഇതിപ്പോ നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല, ഇത് കാണുന്നവർക്കാണ് പ്രശ്നം. അവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ കമന്റിൽ വന്നിട്ട് ഇങ്ങനെ മാത്രമാണ് ഇവര് വാ തുറക്കുന്നത്, മനസ്സിലായില്ലേ. കോഴാണ്, കോഴുണ്ട്, കേസരി ഉണ്ട്, പിന്നെ സാമ്പാറ്, പിന്നെ നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതിയല്ല. അപ്പൊ ആവശ്യത്തിനടുത്ത് ഒഴിക്കണമെങ്കിൽ. ഇത് എന്തോ ഒരു കറി എനിക്കറിയില്ല. ഇത് വന്ന് എന്തോ ഒരു കറി, അതും എനിക്കറിയില്ല. ഇത് വന്ന് രസം. പക്ഷെ കറികളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പക്ഷെ നോൺ വെജ് ഇല്ല. നോൺ വെജ് വെജിറ്റബിൾസ് ആണല്ലേ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്തോ. കൂർക്ക, തോരൻ, പപ്പടം, പിന്നെ ഇത് എന്തോ ഒരു കറി. ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടോ, കാരണം എന്ന് വെച്ചാൽ ശിവ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട്. ശിവ വിശക്കുന്നുണ്ടോ? വിശപ്പ് സത്യം പറഞ്ഞാൽ ഇല്ല. സത്യം പറഞ്ഞില്ലേ? ഇല്ല. ഓക്കെ, അപ്പം ഞാനേ അത് പിന്നെ കഴിക്കാം. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാം. എനിക്ക് പിന്നെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. വെറും ചോറും ഈ കേടും മാത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, ഞാൻ കഴിക്കും. പപ്പടും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. കറികൾ അങ്ങനെ വലുതായിട്ടൊന്നും വേണമെന്നില്ല. മുമ്പൊക്കെ ആണെങ്കിൽ മീൻ കറിയും ചോറും മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. ബിഗ് ബോസ് പോയതിനു ശേഷം ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. വേറൊരു ചോറാണെങ്കിൽ പോലും മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഒഴിയോ ഒടുക്കുന്ന ടേസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചോറും വെളിച്ചെണ്ണയും അല്ലെങ്കിൽ നെയ്യ്, ചോറും നെയ്യും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ എന്നാ ടേസ്റ്റ് എന്നറിയാം. പിന്നെ കുറച്ച് പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അതാരാ കഴിച്ചാൽ സൂപ്പറാണ്. അപ്പോൾ ഓക്കെ, ശിവ കഴിക്കട്ടെ. താ ഹസ്ബൻഡ് സംസാരിക്കും. മീൻ വറുത്തതും കൊണ്ടെങ്കിൽ പുളി, സാമ്പാർ ഭയങ്കര ഡിഫറെന്റ് ആട്ടോ. സത്യത്തിൽ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റേ കറിയാട്ടോ, പപ്പായ കറിയല്ല, പയറ്. അതൊന്നും, ഇത് ബസ്മതി റൈസാ. ഹലോ, പറയട്ടെ, ഞാൻ കഴിക്കുന്നു. അറിഞ്ഞില്ല. അയ്യോ ചേട്ടാ, ഇത്രയും നേരം അനുവിന് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന ചേട്ടാ, ഇപ്പൊ റെഡിയാക്കാം. കഴിച്ച വല്ലതും കഴിച്ചു എന്താ കഴിക്കാൻ? ശരി, കഴിക്കും. ഞാൻ കഴിക്കുന്നു. ചെന്നൈ ബിരിയാണി സൂപ്പറാണ്. ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടത്തേതാ? ഇതിപ്പോ കഴിക്കുന്നത് നോക്കട്ടെ, ഞാൻ കറി ഒക്കെ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. കേസരി വേണമെങ്കിൽ ഒരു താല്പര്യമില്ല. അയ്യോ വേണ്ട, നല്ല നെയ്യായിരിക്കും.
കൊട്ടൻ്റെ കുഴപ്പമില്ല ഇത് കറി അല്ലേ കൂർക്ക വെക്കും. കൂർക്കയും തോരൻ കഴിക്കും. എന്ത് നല്ല തോരൻ. കൊള്ളാമോ? അതെനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് അറിയില്ല. തോരൻ ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കും. പപ്പടും ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. മെഴുക്കുവരട്ടി ഒന്നാതെ എനിക്ക് ഇഷ്ടമല്ല. ആ സൂപ്പർ. ബീൻസാണ്. കഴിച്ചോ? എനിക്ക് ഞാൻ കഴിക്കില്ല. ഇതെന്തോന്ന് കറിയടാ? കൂർക്ക കൊള്ളാം. തന്നെയാ? കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ടേസ്റ്റ് ഇഷ്ടമല്ല. നല്ല ഡിഫറെൻ്റ് അല്ലേ? പക്ഷെ ചെന്നൈയില് ബിരിയാണി സൂപ്പറാണ്. കഴിച്ചിട്ടുണ്ടോ? ഓ നീ ഫസ്റ്റ് ടൈം അല്ലേ? സോറി. അപ്പം പോയ മുന്നേ ചെന്നൈ ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കൊള്ളാം. ഒരു കാര്യം കേട്ടോ, വ്ലോഗ് എടുക്കണം. ക്യാമറ ഇങ്ങോട്ട് വെച്ചിരിക്കണം. അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല, സത്യമായിട്ടില്ല. മനസ്സിലായി. ഞാൻ കുറച്ചുകൂടെ അഭിനയിച്ചു. നീ എന്തെങ്കിലും കട്ട് ചെയ്യാനൊന്നും പോകില്ല. നീ ഉള്ളാരും പറഞ്ഞില്ല ചെന്നു വേണ്ടത്. അതാണ് വേണ്ടത്. അയ്യോ, അപ്പൊ എന്റെ ചേട്ടനെ വിളിച്ചതൊക്കെ കേട്ടല്ലേ? ഇനിയിപ്പോ എന്താ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? ഗേസ് അപ്പൊ ബൈ, സീ യു. അപ്പൊ നെക്സ്റ്റ് പാർട്ടായിട്ട് കാണാം. സദ്യ നല്ലതാണെങ്കിൽ ഇങ്ങോട്ടാണോ? അയ്യോ, അതിനൊന്നും പറ്റി അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറയും.